സർവ്വലോകത്തിൻ്റെ അധികാരിയായ സ്വർഗീയ പിതാവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഇത് കൊല്ലം ബീച്ചാണ്. നമുക്കൊന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞങ്ങളിവിടെ ബീച്ചിൽ വന്നപ്പോൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കാം എന്ന് വിചാരിച്ചു. കാരണം കർത്താവിൻ്റെ വചനം നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: നീ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അവ നിൻ്റെ മക്കളെ പഠിപ്പിക്കണം. അങ്ങനെ നമുക്ക് നമ്മളുടെ സ്വർഗീയ പിതാവിനെ സ്തുതിക്കുന്ന മക്കളായി മാറാം. ഹല്ലേലൂയ. ദൈവത്തിനോട് ചേർന്നിരിക്കുന്നവരായി മാറാം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി, തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായി നമുക്ക് മുന്നോട്ട് നീങ്ങാം. ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളുക. നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പം നമ്മുടെ കാര്യത്തിൽ ദൈവത്തിന് മാത്രമേ ശ്രദ്ധ വെക്കാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കാര്യത്തിൽ ശ്രദ്ധ വെക്കുന്ന നമ്മളുടെ സ്വർഗീയ പിതാവ്, ആ പിതാവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോട് നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കാൻ. അപ്പം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ അവനെ എതിർക്കണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വിശ്വാസമുള്ള മക്കളായി, ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കളായി നമ്മൾ നിലനിൽക്കണം. കണ്ടോ? തീരദേശങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ. അപ്പോൾ തീരദേശത്തുള്ളവരെല്ലാം കർത്താവിനെ സ്തുതിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ മക്കളായി മുന്നേറണം. ആകാശവും ഭൂമിയും കടന്നു പോയാലും കർത്താവിൻ്റെ വചനം ഒരിക്കലും കടന്നു പോകത്തില്ല. കർത്താവിൻ്റെ വചനം എപ്പോഴും വിലപ്പെട്ടതാണ്. അത് പ്രിയങ്കരമാണ്, അത് ബഹുമാന്യമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. മജ്ജയിലും മാംസത്തിലും സന്ധിബന്ധങ്ങളിലും എല്ലാം തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ നിയോഗങ്ങളെ വിവേകിച്ചറിയുന്നതാണ് കർത്താവിൻ്റെ വചനം. അപ്പം അങ്ങനെ ആ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. നമ്മുടെ യേശുവിനെ നമുക്ക് മുറുകെ പിടിക്കാം. യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളായി നമുക്ക് ജീവിക്കാം. പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സ്നേഹിതരും, എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെന്ന് നമുക്ക് ഉത്തമ ബോധ്യം വേണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാം. ഹല്ലേലൂയ. ദൈവം തരുന്ന എല്ലാ നന്മകളും നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്, നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്. അപ്പം ദൈവം നമ്മളോട് എന്താ പറയുന്നത്? നിങ്ങൾ എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവിൻ. അതേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. സന്തോഷമുള്ളവരായി നിങ്ങളെപ്പോഴും കർത്താവിന് നന്ദി പറയുവിൻ, നന്ദി പ്രകാശിപ്പിക്കുവിൻ. അങ്ങനെ എപ്പോഴും കർത്താവിന് നന്ദി പ്രകാശിപ്പിക്കുന്ന മക്കളായി നമ്മൾ മാറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എപ്പോഴും സന്തോഷമുള്ളവരായി കർത്താവിൽ സന്തോഷിക്കണം, കർത്താവിൽ അഭിമാനം കൊള്ളണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറാം. ദൈവം നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആകാശവും ഭൂമി അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നിങ്ങളുടെ എല്ലാവരോടും ഒപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.